എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ വയനാട് പ്രശ്നം നടന്നപ്പോഴത്തേനും അഖിൽമാരാർ വന്നിട്ടൊരു വലിയ പ്രസ്താവന നടത്തിയൊരു വലിയ പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലകളിൽ ഈ ഫണ്ട് ശരിയായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൊടുക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അതിനെ ചുറ്റി കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് വയനാട്ടിൽ അവർ ചിലവാക്കിയ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് പുറത്തുവിട്ടിട്ടുണ്ട്, കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേനും എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി പോകുമ്പോഴത്തേനും കാണാം. അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്. ഈ ചാനൽ കാണുന്ന ഭൂരിപക്ഷം ആളുകളും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. ഇപ്പോഴും മുന്നോട്ടും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം ഇടയ്ക്ക് കാണേണ്ടി വന്നൊരു പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് പോകെ ശരിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസം വരും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇനി നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും വയനാട് ഒരു ദുരന്തം സംഭവിച്ചപ്പോഴത്തേനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കില്ല എന്ന് കുറേ പേര്, കൊടുക്കുമെന്ന് കുറേ പേര്. ഈ സമയത്ത് അഖിൽമാരാർ സ്റ്റാറായി, അത് ഇന്നലകളിൽ ശരിയായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഇന്ന് രാവിലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും വയനാട്ടിൽ എന്തോരം ഫണ്ട് ചിലവാക്കിയെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കണക്ക് വിവരങ്ങൾ പുറത്തു വന്നത്. ആ കണക്ക് വിവരങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും അതിനകത്ത് കുറേ അപാകതകൾ, അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു സാധനമാണത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളെ ഞാൻ വാർത്ത കാണിക്കാം. നിങ്ങൾ തന്നെ വാർത്ത കാണും, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാവും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ആ വാർത്ത കണ്ടെത്തുന്നു വായോ. കണക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെലവഴിച്ച തുക അത് വലിയ രീതിയിൽ കാണിക്കുകയും ചെലവാക്കാണ്ടിരിക്കുന്ന തുക പിശുക്കി കാണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന് ഇരകൾക്ക് നൽകാനുള്ള തുകയുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി കടന്നു പോകാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വണ്ടിയർമാരുടെ യാത്രയ്ക്കായി 4 കോടി രൂപ, അതുപോലെ തന്നെ വണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി രൂപ, വണ്ടിയർമാരുടെയും ട്രൂപ്പ് അതായത് സൈന്യത്തിന്റെയും താമസത്തിന് മാത്രം 15 കോടി രൂപ, വെഹിക്കിൾ യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചുരുൾമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. ചുരുൾമലയൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ 12 കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച് ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതിനുവേണ്ടി 12 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കണക്ക് തന്നെയാണ്. ബെയിലി പാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് JCB മറ്റു ഉപയോഗിച്ചു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അടുത്തകളിൽ തോന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപ്പെട്ട വീടുകളിൽ ഓരോ വീടിനും സർക്കാർ ഇത് കണക്കാക്കിയിരിക്കുന്നത്, അതായത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് 1,30,000 രൂപ മാത്രമാണ്. അതായത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. 1,30,000 രൂപ മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഭാഗികമായി തകർന്ന വീടുകൾക്ക് 60,000 രൂപ, കുടിലുകൾക്ക് 8,000 രൂപയൊക്കെ തന്നെയാണ് ഈ കണക്കുകളിൽ ഉള്ളത്. ഉള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് അവശ്യ വസ്ത്രങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ സൗജന്യമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലോഡ് വസ്ത്രങ്ങൾ അവിടെ എത്തുകയും ഇനി വസ്ത്രങ്ങളും ഭക്ഷണവും ആവശ്യമില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്, മന്ത്രിമാർ പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ചിലവിന്റെ കണക്ക് എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് എന്നുള്ളതാണ്. ജനറേറ്ററിന് 7 കോടി രൂപ ചെലവായി, ഡ്രോൺ റഡാർ വാടകയ്ക്കെടുത്ത വകയിൽ 3 കോടി രൂപ, DNA പരിശോധനയ്ക്ക് 3 കോടി രൂപ, സംശയമുള്ള കേസുകൾ മാത്രമാണ് DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. അപ്പോൾ അവിടെയും 3 കോടി രൂപ DNA പരിശോധനയ്ക്ക് ചെലവായിട്ടുണ്ട് ആക്കിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിന് 8 കോടി ചെലവായി എന്നാണ് പറയപ്പെടുന്നത്. ഈ 8 കോടി ചെലവായതിൽ ഈ കാറ്ററിംഗ് അസോസിയേഷനൊക്കെ, നമ്മൾ 3 ക്യാമ്പുകളും നടത്തിയിരുന്നത് കാറ്ററിംഗ് അസോസിയേഷൻ ആളുകളാണ്. അവർ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും സ്വന്തം നിലക്കാണ് ഇത് നടത്തിയത്. മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ അരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണ ചെലവിന് മാത്രം 8 കോടി രൂപ ചെലവായി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഈ വാർത്തകൾ നിങ്ങളെല്ലാവരും വ്യക്തമായി കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇനിയും പറയാൻ പോകുന്ന അഭിപ്രായങ്ങളൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. ഞാൻ ഈ വാർത്ത കേട്ടതിൻ്റെ വെളിച്ചത്തിൽ, ഈ വാർത്തയിൽ നിന്നും ഞാൻ അതിൻ്റെ ഒരു സത്തെടുത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ഈ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന തുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഈ വയനാട്ടിൽ നടന്ന പ്രളയത്തിലേക്ക് ചിലവാക്കിയ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഭീമമായ എമൗണ്ടാണ്. അതായത് അത്രയും ചിലവ് വരില്ല, ഓവറായിട്ട് വീർപ്പിച്ച് ലേസിൻ്റെ പാക്കറ്റ് പോലെ ഊതി വീർപ്പിച്ച് ചെയ്തു എന്നൊരു സാരാംശമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ജനങ്ങളിലേക്ക് കിട്ടേണ്ട, അതായത് അവിടെ വീട് നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് വളരെ കുറവ്. അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് 1,60,000 രൂപ, വീടിൻ്റെ ഒരു പാർട്ടായിട്ട് നഷ്ടപ്പെട്ടവർക്ക് 60,000 മുതൽ 80,000 രൂപ വരെ, അല്ലാതെ ഒരു കുടിലാണ് നഷ്ടപ്പെട്ടെങ്കിൽ 8,000 രൂപ. അതായത് ജനങ്ങളിലേക്ക് കിട്ടേണ്ട എമൗണ്ട് വളരെ കുറവും ഗവൺമെൻറ് ചിലവാക്കിയെന്ന കണക്കുകൾ കാണിക്കുന്ന എമൗണ്ട് വളരെ ഭീമമായ തുകയും എന്നാണ് ഈ വാർത്താമാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്,
ഈ വാർത്താ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത പബ്ലിക്കിന് മുമ്പിൽ പുറത്തു വിടുകയും ഇത് കേട്ടിട്ട് നമ്മളുടെ തലയിൽ കയറുന്ന ഈ വാർത്തയാണ്. ഈ വാർത്തയുടെ വെളിച്ചത്തിൽ നമ്മൾ മറ്റാരുടെയും സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേനും അതിനും ഇവർ റിപ്പോർട്ട് ചെയ്യും. അയാൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ റിപ്പോർട്ട് ചെയ്തു. ഈ എതിരെ റിപ്പോർട്ട് അല്ലെങ്കിൽ എതിരെ സംസാരിക്കാനുള്ള ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ? വാർത്താ ചാനലായ നിങ്ങളിൽ നിന്നാണ് നമുക്ക് ഐഡിയ കിട്ടിയത്. നമ്മളത് പറയുമ്പോഴത്തേനും അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യും. അതിനെതിരെ പോലീസ് നമുക്കെതിരെ കേസെടുക്കുകയും നമ്മളെ പിടിച്ച് കുമ്മുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി അഖിൽമാരാർക്ക് പറ്റിയത്. അഖിൽമാരാർക്ക് ഈ വിവരങ്ങളൊന്നും അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഈ സോഴ്സുകളൊക്കെ ബേസിക്കലി ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ബേസിക് സംശയം ഇതാണ്. ഈ ചാനൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ശരിയായ രീതിയിലല്ല ചിലവ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലവ് ഓവറാക്കി കാണിച്ചു എന്ന രീതിയിലാണ് ഈ ചാനൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ? മീൻസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണോ? ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിന് എതിരെ വന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ പ്രസ് മീറ്റ് ഉണ്ടാവും. കാരണം നമ്മളിൽ നിന്ന് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളിൽ നിന്ന് ഒത്തിരി പേര് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ക്ലോത്ത്സും സാധനങ്ങളും എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് മതി ഇനി അയക്കേണ്ടെന്ന് പറയുന്നവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മളിവിടുന്ന് നമ്മളായിട്ട് സ്വരൂപിച്ച് അയച്ചിട്ടുണ്ട്. അതിന് പുറമെ ഗവൺമെൻറ് ഭീമമായ തുക ചിലവാക്കിയെന്ന് അവകാശപ്പെടുന്നു എന്ന് ഈ ചാനലുകൾ അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല. ഇത്തരത്തിലുള്ള വാർത്തകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളെപ്പോൾ ഉള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടാമോ വേണ്ടായോ എന്നുള്ള സംശയം നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വാർത്തയാണോ ശരി, അതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് ചിലവാക്കിയ ഫണ്ടാണോ ശരി? ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്നുള്ള കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം കൂടെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നത്, ഞാൻ ഈ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നില്ല എന്നൊരു സാധനം നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ നിഷ്പക്ഷമായി നിന്ന് ഇതിൻ്റെ താഴെ കമൻറ്റുകൾ ഇടുക. നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് ശരിയെന്നുള്ളത്. നിങ്ങളുടെ അനാലിസിസ് കൂടെ എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.